ഹായ് ആൾ, നമസ്കാരം. NB ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ലെസൺ തയ്യാറാക്കുകയാണ്. ഈ ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതായത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് എപ്പിസോഡ് നമ്പർ 4 ആണ്. അപ്പോൾ 4ാമത്തെ എപ്പിസോഡാണ്. തൊട്ടു മുന്നത്തെ ക്ലാസ്സിൽ എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പഠിച്ചു, മോണോഹൈബ്രിഡ് റേഷ്യോസ് പഠിച്ചു അല്ലെ. മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. പിന്നെ ബാക്ക് ക്രോസ് പഠിച്ചു, ടെസ്റ്റ് ക്രോസ് പഠിച്ചു അല്ലെ. ബാക്ക് ക്രോസ് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ടെസ്റ്റ് ക്രോസ് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തിനു വേണ്ടിയാ? ടു ഫൈൻഡ് അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ അൺനോൺ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്നതാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പഠിച്ചു. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ 3 റേഷ്യോസിനെ കുറിച്ച് പഠിച്ചു. ഒന്ന് മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1, മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആൻഡ് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1. അപ്പോൾ ഓരോ എപ്പിസോഡുകളായിട്ടാണ് വീഡിയോ കാണേണ്ടത്. എപ്പിസോഡ് 1 കഴിഞ്ഞിട്ട് മാത്രം 2, 2 കഴിഞ്ഞിട്ട് മാത്രം 3, 3 കഴിഞ്ഞിട്ട് മാത്രം 4 ചെയ്യുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും വർക്കുകൾ എന്ത് ചെയ്യുക, പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു NB ബയോളജി ക്ലാസ്സസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 4ാമത്തെ എപ്പിസോഡ്. സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചായിരുന്നു? മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചായിരുന്നു അല്ലെ. എന്തിനു വേണ്ടിയായിരുന്നു മോണോഹൈബ്രിഡ് ക്രോസ് ഗ്രിഗർ ജോഹൻ മെൻഡൽ നടത്തിയത്? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ഒരു ക്യാരക്ടർ എങ്ങനെ അടുത്ത തലമുറയിലേക്ക് പോകുന്നു അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. മെൻഡൽ ജീനിനെ വിളിച്ച പേരെന്തായിരുന്നു മക്കളെ? മെൻഡൽ ജീനിനെ വിളിച്ച പേരെന്തായിരുന്നു? ഫാക്ടർ എന്നുള്ള ടേം ആയിരുന്നു യൂസ് ചെയ്തത്. ഇനി അടുത്ത് നോക്കൂ, അടുത്തതാണ് ആ ഡെഫിനിഷൻ നോക്കുക. മോണോഹൈബ്രിഡ് ക്രോസ്, എ ക്രോസ് ഇൻവോൾവിംഗ് 2 ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ 2 ഫോംസ് തമ്മിലുള്ള ക്രോസിനെ വിളിക്കുന്ന പേരായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിനെ വിളിച്ച പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചു. എന്ത് ക്രോസ്? മോണോഹൈബ്രിഡ് ക്രോസ്. എ ക്രോസ് ഇൻവോൾവിംഗ് 2 ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ 2 രൂപം. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ട്രേറ്റ്. അപ്പൊ ഒരു ക്യാരക്ടറിന്റെ 2 ട്രേറ്റ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടോള്, ഡ്വാർഫ്. ഇവന്റെ ക്യാരക്ടർ എന്താണ്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ് ക്യാരക്ടർ. അതിന്റെ 2 ട്രേറ്റ് ആണ് ടോള്, ഡ്വാർഫ്. അല്ലെങ്കിലോ റൗണ്ട് സീഡ്, റിങ്കിൾഡ് സീഡ്. ഈ റൗണ്ട് സീഡ്, റിങ്കിൾഡ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേറ്റ് ആണ്. അതിന്റെ ക്യാരക്ടർ എന്താണ്? സീഡ് ഷേപ്പ്. അപ്പൊ സീഡ് ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ 2 ഫോംസുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ 2 ഫോംസ്, അത് 2 ട്രേറ്റുകളായ ടോളും ഡ്വാർഫും ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ ഈ മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഡെഫിനിഷൻ? എ ക്രോസ് ഇൻവോൾവിംഗ് 2 ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ 2 ഫോംസിലെ ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ്. ഇതിനകത്ത് നിന്ന് അദ്ദേഹം മനസ്സിലാക്കി 2 ലോ പ്രപ്പോസ് ചെയ്തു അല്ലെ. ഏതൊക്കെയായിരുന്നു 2 ലോ? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. മലയാളത്തിൽ പറയും പ്രകട സ്വഭാവ നിയമം എന്ന് പറയും, വിവേചന നിയമം എന്ന് പറയും അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ലോ ഓഫ് സെഗ്രിഗേഷന് മറ്റൊരു പേരുണ്ടായിരുന്നു ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ് എന്ന് പറഞ്ഞിരുന്നു. ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ്, ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ് ആൻഡ് ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്ന് പഠിച്ചു. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്ന 2 നിയമങ്ങളാണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാൽ എന്ത്, അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മോണോഹൈബ്രിഡ് ക്രോസ് എന്തിനു വേണ്ടിയായിരുന്നു? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ, അല്ലെങ്കിൽ 2 ക്യാരക്ടർ. ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ക്യാരക്ടർ. 2 ക്യാരക്ടർ എങ്ങനെ അടുത്ത തലമുറയിലേക്ക് പോകുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുന്നത്. സോ ഡൈഹൈബ്രിഡ് ക്രോസ് എന്തിനു വേണ്ടിയാണ്? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ഏതാണ്? മോണോഹൈബ്രിഡ് ക്രോസ്. ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ ഏതാണ്? ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ നോക്കുക. A cross involving 2 character is called എന്ത് ക്രോസ്? ഡൈഹൈബ്രിഡ് ക്രോസ്. എ ക്രോസ് ഇൻവോൾവിംഗ് 2 character. ഉദ്ദേശിച്ചത് മനസ്സിലായില്ല, ക്യാരക്ടർ ആണ്, ട്രേറ്റ് അല്ല. സോ എ ക്രോസ് ഇൻവോൾവിംഗ് 2 character is called ഡൈഹൈബ്രിഡ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ എ ക്രോസ് ഇൻവോൾവിംഗ് 2 character. ഉദാഹരണം പറഞ്ഞുതരാം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ നമ്മുടെ പയറ് ചെടി എടുത്തു. അതിന്റെ പ്രത്യേകത
എന്ത് സീഡ് ഉള്ളതായിരുന്നു? റൗണ്ട് സീഡ് ഉള്ളതായിരുന്നു. പോരാത്തതിന് അതിന്റെ കളർ എന്തായിരുന്നു അറിയോ? യെല്ലോ കളറായിരുന്നു. എന്ത് കളറായിരുന്നു? യെല്ലോ കളറായിരുന്നു. യെല്ലോ കളർ. ഇതിനെ അദ്ദേഹം റിങ്കിൾഡ് സീഡ് വിത്ത് ഗ്രീൻ കളർ ഉള്ള ഒരു സീഡുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പൊ ഒന്ന് നോക്കൂ, റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളറിനെ റിങ്കിൾഡ് സീഡ് വിത്ത് ഗ്രീൻ കളർ, അതായത് ഉരുണ്ട മഞ്ഞ വിത്തുള്ള ഒരു പയറുചെടീനെ ചുളുങ്ങിയ പച്ച വിത്തുള്ള പയറുചെടിയുമായിട്ട് ക്രോസ് നടത്തി. മക്കളെ, ഇതിൽ എത്ര ക്യാരക്ടർ ഉണ്ട്? 2 ക്യാരക്ടർ ഉണ്ട്. ഒന്നെന്താണ്? സീഡ് ഷേപ്പ്, ഒന്നെന്താണ്? സീഡ് കളർ. ഇവിടെയും സീഡ് ഷേപ്പ്, ഇതിലും സീഡ് കളർ. സോ എ ക്രോസ് ഇൻവോൾവിംഗ് 2 ക്യാരക്ടർ, is called എന്ത് ക്രോസ്? ഡൈഹൈബ്രിഡ് ക്രോസ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു? ടാൾ പ്ലാന്റും പിന്നെ എന്ത് പ്ലാന്റും ആയിരുന്നു? ഡ്വാർഫ് പ്ലാന്റ്. ഇതിലാകെ ഒരു ക്യാരക്ടർ ഉള്ളൂ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. 2 ഫോംസ് ഉണ്ടായിരുന്നു, 2 ട്രേറ്റ് ഉണ്ട്. ഏതൊക്കെ? ടാളും ഡ്വാർഫും. അപ്പൊ ഇതിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഈസ് ദ ക്യാരക്ടർ, ട്രേറ്റുകൾ ഏതൊക്കെ? ടാളും ഡ്വാർഫും. ഈ ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ്? ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. ഇതിൽ എത്ര ക്യാരക്ടർ നമ്മളെ ക്രോസ് ആണ്? ക്രോസ് ഇൻവോൾവിംഗ് 2 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ക്യാരക്ടർ? സീഡ് ഷേപ്പും സീഡ് കളറും അല്ലെ. ക്രോസ് ഇൻവോൾവിംഗ് 2 ക്യാരക്ടർ ഈസ് കാൾഡ് എന്ത് ക്രോസ്? ഡൈഹൈബ്രിഡ് ക്രോസ്. നമുക്ക് ചെയ്ത് നോക്കേ. ഇതെന്താ? ഈ റൗണ്ട് സീഡ് യെല്ലോ കളർ, റിങ്കിൾഡ് സീഡ് ഗ്രീൻ കളർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? അത് ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ? ഫീനോടൈപ്പ്. ഇനി അത് ജീനോടൈപ്പ് ആക്കി മാറ്റണം. ഇതൊക്കെ ഫീനോടൈപ്പ് അല്ലേ? ജീനോടൈപ്പ് ആക്കി മാറ്റണം അല്ലെ? അദ്ദേഹം എടുത്തത് എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഗ്രിഗർ ജോഹാൻ മെൻഡൽ എടുത്തതെല്ലാം പ്യോർ ലൈൻ ആയിരുന്നു, എല്ലാം ട്രൂ ബ്രീഡിംഗ് ആയിരുന്നു. എല്ലാം എന്ത് ബ്രീഡിംഗ് ആയിരുന്നു? ട്രൂ ബ്രീഡിംഗ് ആയിരുന്നു. എല്ലാം പ്യുവർ ലൈൻ ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം എന്ത് സൈഗസ് ആണ്? ഹോമോസൈഗസ് ആണ്. എങ്ങനെ മനസ്സിലായി അദ്ദേഹത്തിന് ഹോമോസൈഗസ് എന്നുള്ളത്? കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം സെൽഫ് പോളിനേറ്റ്, എത്ര സെൽഫ് പോളിനേറ്റ് ചെയ്താലും ടാൾ പ്ലാന്റ് എന്നാണ് കിട്ടുമെങ്കിൽ അതെന്താണ്? ഹോമോസൈഗസ് ആണ്. എത്ര സെൽഫ് പോളിനേറ്റ് ചെയ്താലും റൗണ്ട് സീഡ് അല്ലെങ്കിൽ ഡോട്ട് പ്ലാന്റ് എന്നെ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ഹോമോസൈഗസ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ്? ഡൈഹൈബ്രിഡ് ക്രോസ്. എന്തിനു വേണ്ടിയാണ്? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ, 2 ജീൻ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. സോ എന്താ ഡെഫിനിഷൻ? എ ക്രോസ് ഇൻവോൾവിംഗ് 2 ക്യാരക്ടർ. 2 ക്യാരക്ടർ നമ്മുടെ ക്രോസ് ആണ് എന്തെന്ന് പറയുന്നത്. 2 ചെടികളിലെ 2 ക്യാരക്ടർ നമ്മുടെ ക്രോസ് ആണ്. അപ്പൊ അതിൽ 2 ക്യാരക്ടർ എടുത്ത് വരയ്ക്കുക. റൗണ്ട് സീഡ്, യെല്ലോ കളർ. ഇത് ട്രേറ്റ് ആണ്. എന്തായിരുന്നു ക്യാരക്ടർ? സീഡ് ഷേപ്പും സീഡ് കളറും എടുത്തത് ക്രോസ് ചെയ്തു. ഇതെന്താണ്? എഴുതുന്നതാണ് ഫീനോടൈപ്പുകളാണ്. ഇനി അതിന് ജീനോടൈപ്പ് ആക്കാം. എപ്പോഴും മനസ്സിലാക്കുക, മെന്റൽ എടുത്തതെല്ലാം എന്ത് ബ്രീഡിംഗ് ആണ്? ട്രൂ ബ്രീഡിംഗ് ആണ് അല്ലെ. അപ്പൊ റൗണ്ട് സീഡ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ആർ. യെല്ലോ കളർ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ വൈ. അങ്ങനെ ഇങ്ങനെ എഴുതത്. ഞാൻ പറഞ്ഞു, ഒരു സ്വഭാവം റൗണ്ട് സീഡ് എന്ന് പറയുന്ന ആ ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ എത്ര അലീലുണ്ടാവും? 2 അലീലുണ്ട്. യെല്ലോ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ എത്ര അലീലുണ്ട്? 2 അലീൽ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? റിങ്കിൾഡ് സീഡിന് സ്മോൾ ആർ, സ്മോൾ വൈ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതും ഹോമോസൈഗസ് ആണ്, ഇതും ഹോമോസൈഗസ് ആണ് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്? ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ആദ്യം റൗണ്ട് സീഡിന്റെ ക്യാപിറ്റൽ ആയിട്ട് യെല്ലോ കളറിന് ക്യാപിറ്റൽ വൈ. റിങ്കിൾഡ് സീഡിന് സ്മോൾ ആർ ആയിട്ട് ഗ്രീൻ കളറിന് സ്മോൾ വൈ. ഇതിന്റെ സ്മോൾ ലെറ്റർ ഏതാണ്? എപ്പോഴും നല്ലത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എന്ത് ചെയ്തു? ഗ്യാമീറ്റ് എഴുതി. ഗ്യാമീറ്റുകൾ എഴുതി. എന്താണ്? ഇതിനെ മെയിലായി ഫീമെയിലായി സങ്കല്പിക്കുക. നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഗ്യാമീറ്റ് ആയി. അപ്പൊ ഇതെല്ലാം ഹോമോസൈഗസ് അല്ലേ? അപ്പൊ ഇതിനകത്തുനിന്ന് ആകെ ഒരു ഗ്യാമീറ്റ് ഉണ്ടാവുള്ളൂ. ഇതിനകത്തുനിന്ന് ക്യാപിറ്റൽ ആർ വരും, ഇതിനകത്തുനിന്ന് ക്യാപിറ്റൽ വൈ വരും. ഇത് രണ്ടും ഹോമോസൈഗസ് അല്ലേ? അപ്പൊ ഇതിനകത്തുനിന്ന് ഒരാളിറങ്ങും, ഇതിനകത്തുനിന്ന് ഒരാളിറങ്ങും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നതിനകത്തുനിന്ന് 2 ഗ്യാമീറ്റ് ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ടി ഉണ്ടായിരുന്നു, സ്മോൾ ടി ഉണ്ടായിരുന്നു. ഏത് ലോ പ്രകാരം? ലോ ഓഫ് സഗ്രിഗേഷൻ പ്രകാരമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരളിലും എത്ര ഗ്യാമീറ്റ് ഈ ചെടിനകത്തുനിന്നുണ്ടാകുന്ന എല്ലാ ഗ്യാമീറ്റിനകത്തും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഗ്യാമീറ്റുകളെ ഉണ്ടാവുള്ളൂ. ഇതിനകത്തുനിന്ന് സ്മോൾ ആർ സ്മോൾ വൈ എന്ന് പറയുന്ന ഗ്യാമീറ്റേ ഉണ്ടാവുള്ളൂ. ഇനി എന്ത് സംഭവിച്ചു? ഇതിലെ പോളൻ രവി ഇതിൽ പോയി പതിപ്പിച്ചു. അല്ല, ഇപ്പൊ എന്ത് സംഭവിച്ചു? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ. ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടറുകൾ അടുത്തടുത്ത് എഴുതുക. അപ്പൊ എങ്ങനെ എഴുതണം? എഴുതേണ്ടത് ഇങ്ങനെയാണ്: ക്യാപിറ്റൽ ആർ സ്മോൾ ആർ
ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതല്ലേ F1 ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ, ഒന്നാം തലമുറ. ഇതെന്താണ് ഹോമോസൈഗസോ ഹെട്രോസൈഗസോ? ഹെട്രോസൈഗസ്. ഇതോ ഹോമോസൈഗസ് ഹെട്രോസൈഗസോ? ഹെട്രോസൈഗസ്. അപ്പൊ ഇവന്റെ സ്വഭാവം എന്താ നമുക്കറിയാം. ഇവന്റെ സ്വഭാവം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ റൗണ്ട്, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ യെല്ലോ. അതായത് ഈ റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളറിന് റിംഗിൾഡ് സീഡ് വിത്ത് ഗ്രീൻ കളർ, ഇത് എന്ത് ക്രോസ് ആണ്? ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം തലമുറ എല്ലാ ചെടികളും വിത്ത് കുഴിച്ചിട്ട് നോക്കിയാൽ എന്തായിരിക്കും? റൗണ്ട് വിത്ത് യെല്ലോ കളർ ആയിരിക്കും വരിക. റൗണ്ട് വിത്ത് യെല്ലോ കളർഡ് സീഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി മെന്റൽ ഇതിന് എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. എന്ത് പോളിനേറ്റ് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഇത് പിന്നെ ചിത്രത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് മായ്ച്ചിട്ട് വീണ്ടും എഴുതാണ്. ഇത് മായ്ച്ചിട്ട് വീണ്ടും എഴുതാണ്. നേരത്തെ വരച്ച ചിത്രം ഞാൻ മുകളിലേക്കൊന്ന് വരച്ചിട്ടുണ്ട്. ഇതാ റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളർ, ക്യാപിറ്റൽ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, റിംഗിൾഡ് സീഡ് വിത്ത് ഗ്രീൻ കളർ, സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ. ഇതിന്റെ ഗാമീറ്റ് എഴുതി, ഇതിന്റെ ഗാമീറ്റ് എഴുതി. ഈ പറഞ്ഞപ്പോ എല്ലാം റൗണ്ട് അല്ലോ. അപ്പൊ ഇതാണല്ലോ ഒന്നാം തലമുറ. F1 എന്ന് പറയും, ഫീലിയൽ 1 പ്രോജനി എന്നൊക്കെ പറയും. ഒന്നാം തലമുറ, ഒന്നാം ജനറേഷൻ എന്നൊക്കെ പറയും. ഇതിനകത്തുനിന്ന് രണ്ടാം തലമുറ ഉണ്ടാക്കാം. എങ്ങനെ പറയും? ഈ ചെടിയിനകത്തുള്ള പോളഞ്ചൻ അതിലേക്കുണ്ട്. സെൽഫ് പോളിനേഷൻ നടത്തി അല്ലെ രണ്ടാം തലമുറ ഉണ്ടാക്കണം. അപ്പൊ നോക്കി നോക്കൂ. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നല്ല രസകരമായ പരിപാടിയാണ്. നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങളൊരു പേപ്പറിലോ എന്റെ പൂങ്ങനെ എഴുതി നോക്കും. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് വരും. ഇനി രണ്ടു കാര്യം കൂടി തരും, ഒരു ഹോംവർക്ക് കൂടി തരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കും. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അടുത്തത് എന്താ? ഇവന്റെ സ്വഭാവം എന്താ മക്കളെ? റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളർ ക്രോസ്, റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളർ. ഇതേതാ ചെടി? ഏതാ? ഇവൻ തന്നെ. ഈ ചെടി നമ്മൾ രണ്ടാം തലമുറ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ചെടി വലുതായല്ലോ, ഉണ്ടായി. ആ ചെടിന് മുകളെല്ലാം റൗണ്ട് സീഡ് വിത്ത് എന്ത് കളറാണ്? യെല്ലോ കളർ. ഉരുണ്ട വിത്തുള്ള മഞ്ഞ കളറുള്ള വിത്താണ്. ഉരുണ്ട മഞ്ഞ വിത്തുള്ള ചെടിയാണ്. ആ മഞ്ഞ വിത്തുള്ള ചെടിയാണുള്ളത്. അതിന്റെ പൂവിന്റെ പോളഞ്ഞിൽ അതിലേക്ക് ഇട്ട് നമ്മൾ രണ്ടാം തലമുറ ഉണ്ടാക്കുകയാണ്. ഓക്കെ, രണ്ടാം തലമുറ ഗാമീറ്റ്. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ട്വിസ്റ്റ് വരും. അപ്പൊ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ്, എത്ര ഗാമീറ്റ് ഇതിനകത്തുനിന്ന് ഉണ്ടാവും, ഏതൊക്കെയായിരിക്കും ഇതിനകത്തുനിന്നുള്ള ഗാമീറ്റ് എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനകത്തുനിന്ന് 4 ടൈപ്പ് ഗാമീറ്റുകൾ ഉണ്ടാവും. എത്ര ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും? 4 ടൈപ്പ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എങ്ങനെ മനസ്സിലായി എനിക്ക് 4 ടൈപ്പ് ഗാമീറ്റ്? അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് വലുതാക്കി വരക്കണം. ഓക്കെ, വലുതാക്കി വരയ്ക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതിനകത്തുനിന്ന് ഏതൊക്കെ ടൈപ്പ് ഗാമീറ്റുകൾ ഉണ്ടാകാം? ഇതിനകത്തുനിന്ന് ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. വേറൊരു സാധ്യതയില്ല. ഇതിനകത്തുനിന്ന് ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ, സ്മോൾ ആർ സ്മോൾ വൈ. വേറെ ഗാമീറ്റ് ഉണ്ടാവില്ല. ഇതിനകത്തുനിന്ന് ഏതൊക്കെ ഗാമീറ്റ് ഉണ്ടാവും? ആദ്യം ഇവനും കൂടി ചേർന്നൊരു ഗാമീറ്റ് ഉണ്ടാവും. അപ്പൊ ഏതാണ്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഓക്കെ, ഇനി ഇവനും കൂടിയിട്ട് ഒരു ഗാമീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. ഇവനും കൂടി ചേർന്നൊരു ഗാമീറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ഇവനും കൂടി ചേർന്ന ഗാമീറ്റ് ഉണ്ടാക്കാൻ സാധ്യത, സ്മോൾ ആർ സ്മോൾ വൈ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സോറി ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെയാണെങ്കിൽ അപ്പൊ 4 ഗാമീറ്റ് അല്ല. ഇങ്ങനെയാണെങ്കിലോ ഒരാളെന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിന്റെ സ്വഭാവം എന്താ? ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇതിനകത്ത് ഏതൊക്കെ ഗാമീറ്റ് ഉണ്ടാവും? നിങ്ങൾ തന്നെ പറയും. 4 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. 1 2 3 4. ഇവനും കൂടിയിട്ട് ഒരു ഗാമീറ്റ് ആണ്, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഇവനും ഇതിനകത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഇവനും ഇതിനകത്ത് സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇവനും ഇതിനകത്ത് സ്മോൾ ടി സ്മോൾ. അപ്പൊ 4 ഗാമീറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതുണ്ടാകാനുള്ള സാധ്യത 25%, ഇതുണ്ടാകാനുള്ള സാധ്യത 25. അപ്പൊ 4 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഇതുണ്ടാകാനുള്ള സാധ്യത ഇതന്നെ ഉണ്ടാവുള്ളൂ, വേറെ ടൈപ്പ് ഗാമീറ്റ് ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും മെട്രോസൈഗസ് ആയതുകൊണ്ട്, ഇത് മെട്രോസൈഗസ് ആയതുകൊണ്ട് 4 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, വേറെ ചോദ്യം ചോദിക്കട്ടെ. ഇത് ഉണ്ടാകാനുള്ള ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇത് ഹോമോസൈഗസോ ഹെട്രോസൈഗസോ? ഹെട്രോസൈഗസ്. ഇതോ ഹോമോസൈഗസ്. ഇതിനകത്തുനിന്ന് എത്ര ഗാമീറ്റ് ഉണ്ടാവും നോക്കിയോ? ഇതിനകത്തുനിന്ന് ആകെ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും? ഒന്ന് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, രണ്ടോ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. വേറെ സാധ്യതകളുണ്ടോ? ഇല്ല. അപ്പൊ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നമ്പർ ഓഫ് ഗാമീറ്റ് ഈസ് ഈക്വൽ ടു 2 raised to n. Number of gamete is equal to 2 raised to n. Where n is equal to heterozygous. മനസ്സിലാക്കി തരാം. ക്യാപിറ്റൽ
T, ഇതിനകത്ത് എത്ര ഗാമീറ്റ് ഉണ്ടാവും? ഒരൊറ്റ ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. ഏതാണ് ഗാമീറ്റ്? ക്യാപിറ്റൽ T എന്ന് പറയുന്ന ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. ക്യാപിറ്റൽ T, സ്മോൾ t, ഇതിനകത്ത് എത്ര ഗാമീറ്റ് ഉണ്ടാവും? രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ക്യാപിറ്റൽ T ഉണ്ടാവും, സ്മോൾ t ഉണ്ടാവും. എങ്ങനെ മനസ്സിലായി? ഈ ഇക്വേഷൻ വെക്കൂ. നമ്പർ ഓഫ് ഗാമീറ്റ് is equal to 2 raised to n, where n is equal to heterozygous. എന്ത്? heterozygous. നോക്കൂ, ഇത് ഹോമോസൈഗസ് ഹെറ്ററോസൈഗസോ? ഹോമോസൈഗസ്. അപ്പൊ എന്താണ് എന്ന് പറഞ്ഞാൽ? എന്താണ് എന്ന് പറഞ്ഞാൽ എത്ര ഹെറ്ററോസൈഗസ് ഉണ്ടോ അത്രയും ഹെറ്ററോസൈഗസ്, നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് അല്ലേ? അപ്പൊ n is equal ഇവിടെ എന്താണ്? രണ്ടും ഇത് ഹോമോസൈഗസ് ആണ് അല്ലേ? ഹോമോസൈഗസ് ആകുമ്പോൾ 2 raised to 0 എത്രയാണ്? അപ്പൊ ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഹോമോസൈഗസ് ഹെറ്ററോസൈഗസോ? ഇത് ഹെറ്ററോസൈഗസ്. എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. അപ്പൊ 2 raised to 1, അപ്പൊ എത്ര? 2, രണ്ട് ഗാമീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ചോദിക്കാണ്, ഇതിൽ എത്ര ഗാമീറ്റ് ഉണ്ടാവും? ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y. എത്ര ഹെറ്ററോസൈഗസ് ഉണ്ട്? രണ്ടെണ്ണം. ക്യാപിറ്റൽ R, സ്മോൾ r, ഒരു ഹെറ്ററോസൈഗസ്. ക്യാപിറ്റൽ Y, സ്മോൾ y, ഒരു ഹെറ്ററോസൈഗസ്. അപ്പൊ 2 raised to 2 എത്ര? 4. 4 ടൈപ്പ് ഗാമീറ്റ്. ഏതൊക്കെ 4 ടൈപ്പ് ഗാമീറ്റ്? 4 വട്ടമിടുക. ഗാമീറ്റിന് വട്ടമിടണം. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ y, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ r, സ്മോൾ y. അപ്പൊ വേറെ സംശയം ഉണ്ടോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ Y. ഇതിനകത്ത് എത്ര ഗാമീറ്റ് ഉണ്ടാവും? ഹോമോസൈഗസ്. രണ്ട് ഹോമോസൈഗസ് അല്ലേ? നോ ഹെറ്ററോസൈഗസ്. അപ്പൊ 2 raised to 0 എത്ര? 1. അപ്പൊ ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y. വേറെ ചോദിക്കട്ടെ. ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, എത്ര ഗാമീറ്റ് ഉണ്ടാവും? ഇക്വേഷൻ എന്താ? 2 raised to n ആണ്. അപ്പൊ എത്ര? ഇത് ഹെറ്ററോസൈഗസ് അല്ലേ? അത് ഹെറ്ററോസൈഗസ്. ഇതോ ഹോമോസൈഗസ്. എത്ര ഹെറ്ററോസൈഗസ് ഉണ്ട്? 1. അപ്പൊ 2 raised to 1. അപ്പൊ എത്ര? 2. രണ്ട് ഗാമീറ്റ്. രണ്ട് വട്ടട. ഏതൊക്കെയായിരിക്കും ഗാമീറ്റ്? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, സ്മോൾ r, ക്യാപിറ്റൽ Y. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഇക്വേഷൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്പർ ഓഫ് ഗാമീറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 raised to n ഉള്ള കാര്യം ആലോചിക്കുക. മനസ്സിലായോ? ആയി. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഇത് മനസ്സിലായി. ഫിനോടൈപ്പ് റൗണ്ട് യെല്ലോ കളർന്ന് ക്യാപിറ്റൽ Y, ഒരു ഗാമീറ്റ് ഇതുണ്ടായി. ഒന്നാം തലമുറ എല്ലാം റൗണ്ട് യെല്ലോ. ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തി. ഇതിലെ പരാഗരണങ്ങൾ അതിലേക്ക് വരുത്തി. അങ്ങനെ ഒന്നാം തലമുറ എല്ലാം റൗണ്ട് യെല്ലോ. അതിനെ സെൽഫ് പോളിനേഷൻ നടത്തുക അല്ലെ? അപ്പൊ ഇതിനകത്ത് ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനോടൈപ്പോ ഫിനോടൈപ്പോ? ജീനോടൈപ്പ്. റൗണ്ട് യെല്ലോ എന്നുള്ളതോ ഫിനോടൈപ്പ്. അപ്പൊ ഇതോ ജീനോടൈപ്പ്, ഇതോ ഫിനോടൈപ്പ്. അപ്പൊ ഇതിനകത്തുള്ള എത്ര ഗാമീറ്റ് ഉണ്ടാവും? എത്ര ഹെറ്ററോസൈഗസ് ഉണ്ട് മക്കളെ? 2 ഹെറ്ററോസൈഗസ് ഉണ്ട്. അപ്പൊ 4 ഗാമീറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് 4 ഗാമീറ്റ്? ഒന്ന് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ഒന്ന് ക്യാപിറ്റൽ R, സ്മോൾ y, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ r, സ്മോൾ y. ഇതിന്റെ ഗാമീറ്റ്. ഇനി ഇതിന്റെ ഗാമീറ്റ് അതേപോലെ തന്നെ 4 ഗാമീറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് 4 ഗാമീറ്റ്? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ y, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ r, സ്മോൾ y. ഇനി എന്താണ്? ആദ്യം എന്ത് ചെയ്യാ? ഇവനുമായിട്ട് ക്രോസ് ചെയ്യാം. എന്നിട്ടോ ഇവനുമായിട്ട്, പിന്നെയോ ഇവനുമായിട്ട്, പിന്നെ ഇവനുമായിട്ട്. അപ്പൊ 4 ആയിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല. ഇനി ഇവനുമായിട്ട്, ഇവനുമായിട്ട്, പിന്നെയോ ഇവനുമായിട്ട്, പിന്നെയോ ഇവനുമായിട്ട്. എഴുതാൻ കഴിയോ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതെ. അപ്പൊ നമ്മൾ ആരുടെ സഹായം തേടാം? ആരുടെ സഹായം തേടാം? ബാക്ക് ആണോ? അല്ല. ആരുടെ സഹായം തേടണം? പുന്നറ്റ് സ്ക്വയർ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു റെജിനാൾഡ് സി പന്നറ്റ്. അപ്പൊ റെജിനാൾഡ് സി പന്നറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ പന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ പോവാൻ. നല്ല എളുപ്പമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ പന്നറ്റ് സ്ക്വയർ എത്ര ബോക്സ് വേണം? നോക്കൂ, എത്ര ഗാമീറ്റ് ഉണ്ട്? 4 ഗാമീറ്റ്. ഇവിടെയോ 4 ഗാമീറ്റ്. അപ്പൊ 4 × 4 ബോക്സ് വെക്കുക. 4 × 4 ബോക്സ് വരയ്ക്കൂ. 1 2 3 4. 1 2 3 4. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്നിട്ടോ ഈ ഗ്യാമീറ്റുകളെല്ലാം മുകളിലും ഈ ഗ്യാമീറ്റുകളെല്ലാം ലെഫ്റ്റ് സൈഡിലും എഴുതാ. പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു? നമ്മളെ റെജിനാൾഡ് സി പുന്നറ്റ്, ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിരുന്നു അല്ലെ? അപ്പൊ ഇതിനകത്ത് നിന്നും 4 ഗ്യാമീറ്റ് ഉണ്ടായി, ഇതിനകത്ത് നിന്നും 4 ഗ്യാമീറ്റുകൾ ഉണ്ടായി. ഇനി അടുത്ത് എന്ത് ചെയ്യുക? പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക. 4 ബോക്സ് × 4 ബോക്സ്. അപ്പൊ 16 ബോക്സുകൾ വീതമുള്ള പുന്നറ്റ് സ്ക്വയർ. എങ്ങനെ മനസ്സിലായി? 16 ബോക്സ്. എത്ര ഗാമീറ്റ് ഉണ്ട് ഇവിടെ? 4 ഗാമീറ്റ്. എത്ര ഗാമീറ്റ് ഉണ്ട് ഇവിടെ? 4. അപ്പൊ 4 × 4 16 ബോക്സുകൾ വരയ്ക്കാം. എന്നിട്ട് ഈ ഗാമീറ്റുകൾ ഇവിടെ എഴുതാ, ഈ ഗാമീറ്റുകൾ ഇവിടെ എഴുതാം. നോക്കി നോക്കൂ. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ y,
സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. അടുത്തത് ഈ ജ്യാമിതിയുടെ താഴത്ത് ചെയ്തു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ജ്യാമിതികളാണ് വട്ടണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി ഇതും ഇതും ഇതിനകത്ത് എഴുതാം, ഇതും ഇതും ഇതിനകത്ത്. അപ്പൊ ഇനി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇനി അടുത്തത് ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നില്ല? ഇവനല്ല ഇവനെ ഡോമിനേറ്റ് ചെയ്യുക. അപ്പൊ എപ്പോഴും എഴുതേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി അടുത്തത് ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇതും ഇതും ഈ ബോക്സിൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും ഇതും ഈ ബോക്സിൽ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ. ഇനി സ്വഭാവങ്ങൾ എഴുതാം. എന്തൊക്കെയാണ് ഇതിന്റെ സ്വഭാവം പറയൂ? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ. ഇതോ ക്യാപിറ്റൽ ആർ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് ഗ്രീൻ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് ഗ്രീൻ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റിങ്കിൾഡ് യെല്ലോ. ഇതോ സ്മോൾ ആർ ആണ്, അപ്പൊ റിങ്കിൾഡ് യെല്ലോ. ഇതെന്താണ്? സ്മോൾ ആർ ആണ്, അപ്പൊ എന്താ? റിങ്കിൾഡ് യെല്ലോ. ഇതോ റൗണ്ട് യെല്ലോ. ഇതോ റൗണ്ട് സ്മോൾ വൈ ആയതുകൊണ്ട് ഗ്രീൻ. ഇതോ സ്മോൾ ആർ എന്താണ്? റിങ്കിൾഡ് യെല്ലോ. ഇതോ റിങ്കിൾഡ് ഗ്രീൻ. ഈ സ്വഭാവത്തിനകത്ത് ചെയ്ത് അപ്പൊ എത്ര റൗണ്ട് യെല്ലോ കിട്ടി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എത്ര റൗണ്ട് യെല്ലോ നോക്കൂ. റൗണ്ട് യെല്ലോ എത്ര എണ്ണം കിട്ടി നോക്കൂ. റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെട്ടിടുന്നത്. വെട്ടിടേണ്ട ആവശ്യമില്ല. റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ. ഇതെന്താണ്? റൗണ്ട് ഗ്രീൻ ആണ്, റൗണ്ട് ഗ്രീൻ ആണ്. ഇതും റൗണ്ട് ഗ്രീൻ ആണ്. റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ. ഇത് റിങ്കിൾഡ് യെല്ലോ, ഇത് റിങ്കിൾഡ് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ. ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ 1 2 3 4 5 6 7 8 9 റൗണ്ട് യെല്ലോ. ഇനി അടുത്തത് റൗണ്ട് ഗ്രീൻ എത്ര ഉണ്ട് നോക്കൂ. റൗണ്ട് ഗ്രീൻ എത്ര ഉണ്ട് നോക്കൂ. റൗണ്ട് ഗ്രീൻ നോക്കൂ. റൗണ്ട് ഗ്രീൻ നോക്കൂ. നമുക്ക് നോക്കാം. റൗണ്ട് ഗ്രീൻ 1, റൗണ്ട് ഗ്രീൻ 2, റൗണ്ട് ഗ്രീൻ 3 റൗണ്ട് ഗ്രീൻ. ഇനി അടുത്തത് റിങ്കിൾഡ് യെല്ലോ എത്ര ഉണ്ട് നോക്കൂ. റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് യെല്ലോ എത്ര ഉണ്ട് നോക്കൂ. റിങ്കിൾഡ് യെല്ലോ എത്ര ഉണ്ട് നോക്കൂ. റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് യെല്ലോ. ഇതാ റിങ്കിൾഡ് യെല്ലോ 1, റിങ്കിൾഡ് യെല്ലോ 2, റിങ്കിൾഡ് യെല്ലോ 3, റിങ്കിൾഡ് യെല്ലോ 3. ഇനി അടുത്തത് എന്താല്ലേ? റിങ്കിൾഡ് ഗ്രീൻ. റിങ്കിൾഡ് ഗ്രീൻ എത്ര ഉണ്ട് നോക്കൂ. ആകെ ഒന്നുള്ളൂ. അപ്പൊ എന്താണ്? 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു റേഷ്യോ കിട്ടി. ഏതാ റേഷ്യോ? 9:3:3:1. അതില് 9 എന്ന് പറഞ്ഞാൽ റൗണ്ട് യെല്ലോ, 3 എന്ന് പറഞ്ഞാൽ റൗണ്ട് ഗ്രീൻ, 3 എന്ന് പറഞ്ഞാൽ റിങ്കിൾഡ് യെല്ലോ, 3 എന്ന് പറഞ്ഞാൽ റിങ്കിൾഡ് യെല്ലോ, 1 എന്ന് പറഞ്ഞാൽ റിങ്കിൾഡ് ഗ്രീൻ. അപ്പൊ ഈ റേഷ്യോയെ വിളിക്കുന്ന പേരാണ്
ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. ഡൈഹൈബ്രിഡ് കാരണം ഇത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഡൈഹൈബ്രിഡ് ഇതിനെന്താ വിളിക്കുക? ഫീനോടൈപ്പ്. ഇത് ഏത് തലമുറയാണ്? F2 തലമുറയാണ്. അപ്പോ ഇതിന്റെ റേഷ്യോ 9:3:3:1 ആണ് റേഷ്യോ. അപ്പൊ ഈ റേഷ്യോ വിളിക്കുന്നവരെ ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. എന്തായിരുന്നു മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ? 3:1. ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1. ഇനി ഇതില് ഒരു ചോദ്യം ചോദിക്കുക, 9:3:3:1 ആണല്ലോ അല്ലെ? ഇനി ഇതില് ഈ റിങ്കിൾഡ് ഗ്രീൻ കിട്ടാനുള്ള സാധ്യത എത്രയാ? നമുക്കറിയാം എത്ര? 1/16. എങ്ങനെ മനസ്സിലായി? 16 ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യൂ. 9 10 10 3 16 എണ്ണത്തിൽ റിങ്കിൾഡ് കിട്ടാനുള്ള സാധ്യത എത്ര? 1/16. അപ്പൊ പറയാം റൗണ്ട് യെല്ലോ കിട്ടാനുള്ള സാധ്യത എത്ര? 9/16. റൗണ്ട് ഗ്രീൻ കിട്ടാനുള്ള സാധ്യത എത്ര? 3/16. റിങ്കിൾഡ് യെല്ലോ കിട്ടാനുള്ള സാധ്യത 3/16. അപ്പൊ അങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പൊ ഈ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാണ്? 9:3:3:1. മനസ്സിലായല്ലോ? അപ്പൊ ഈ ക്യാരക്ടറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോടൈപ്പ്. അത് F2 അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇതെന്താണ് വായിക്കുക? ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്താണ്? ജീനോടൈപ്പ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറഞ്ഞാൽ ജീനോടൈപ്പ്. ഇതൊക്കെ എന്താണ്? ജീനോടൈപ്പുകളാണ്. ഇതിന്റെ അടിയത്തെ സ്വഭാവം എന്താണ്? ഫീനോടൈപ്പ്. അപ്പൊ എത്ര ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ കിട്ടിയെന്നതിലുണ്ട്. അപ്പൊ എത്രയാണ്? 1. എത്ര ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കിട്ടി? 2. അങ്ങനെ ഓരോന്ന് എണ്ണി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ജീനോടൈപ്പിക് റേഷ്യോ ഏതിന്റെ? ഡൈഹൈബ്രിഡ്. അങ്ങനെ ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ആണ് 1:2:1:4:2:1:2:1. നല്ല രസമുണ്ട് അല്ലെ? എന്തായിരുന്നു മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ? 3:1. എന്തായിരുന്നു മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ? 1:2:1. എന്തായിരുന്നു ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ? 9:3:3:1. എത്ര ക്യാരക്ടർ? ഇതിൽ എത്ര ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഉണ്ട് നോക്കുക. 1 കിട്ടിയിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയതാണ്. എത്ര ക്യാപിറ്റൽ വൈ സ്മോൾ വൈ? 2. എത്ര ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ 2. എത്ര ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 4. അങ്ങനെ ഓരോന്നും എണ്ണി നോക്കുമ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ ഇതെന്താണ് മക്കളെ? ജീനോടൈപ്പ് അല്ലേ? ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഏതിനകത്ത്? ഇതിൽ എത്ര ഉണ്ട് നോക്കുക. ഈ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. ആ റേഷ്യോ കാണാതെ പഠിക്കണം. എത്രയാണ്? 1:2:1:4:2:1:2:1. നിർബന്ധമായിട്ടും ആ റേഷ്യോ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യരുത് മനസ്സിലാക്കാം. ഒരു വർക്കും തരാൻ ഞാൻ അത് നിർബന്ധമായിട്ടും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ 2 നോക്കാം. എക്സാമ്പിൾ 2 എന്താ? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ക്രോസ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഒരു ഉയരം കൂടിയ ചെടി, അതിൽ ഉരുണ്ട വിത്തുണ്ട്. ഉയരം കുറഞ്ഞ ചെടി, അതിൽ ചുളുങ്ങിയ വിത്തുണ്ട്. ഇവന്മാര് ക്രോസ് നടത്തി F2 2ാം തലമുറ വരെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നേരത്തെ അതേപോലത്തെ കേസാണ്. അപ്പൊ ഇത് നോക്കി, ഇത് മോണോഹൈബ്രിഡ് ക്രോസ് ആണോ ഡൈഹൈബ്രിഡ് ക്രോസ് ആണോ? ഡൈഹൈബ്രിഡ് ക്രോസ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രോസ് ഇൻവോൾവിംഗ് 2 ക്യാരക്ടർ. 2 ക്യാരക്ടറുകളാണ്. ഏതൊക്കെ? CD ഷേപ്പും ഉണ്ട്, പ്ലാന്റ് ഹൈറ്റും ഉണ്ട്. അപ്പൊ നോക്കൂ, മെന്റൽ എടുത്തതെല്ലാം എന്ത് ചെടികളായിരുന്നു? പ്യുവർ പ്ലാന്റുകളായിരുന്നു, ട്രൂ ബ്രീഡിംഗ് ആയിരുന്നു അല്ലെ? അപ്പൊ ടോൾ പ്ലാന്റ് നമ്മൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ T. റൗണ്ടിന് എങ്ങനെ എഴുതും? ക്യാപിറ്റൽ R. ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹോമോസൈഗസ്. അപ്പൊ ഡ്വാർഫ് പ്ലാന്റ് എങ്ങനെ നമ്മൾ എഴുതും? സ്മോൾ t, സ്മോൾ r. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തും? ഗാമീറ്റ് എന്ന് എഴുതി. എന്ത്? ഗാമീറ്റ്. നോക്കൂ, ഇതെന്താണ്? ഫീനോടൈപ്പ്. ഇതെന്താണ്? ജീനോടൈപ്പ്. ഇതെന്താണ്? ഫീനോടൈപ്പ്. ഇതെന്താണ്? ജീനോടൈപ്പ്. ഈ ഫീനോടൈപ്പ് എന്താ ജീനോടൈപ്പ് എന്താന്ന് പറഞ്ഞെങ്കിൽ എപ്പിസോഡ് 1 കാണണം. അല്ലാതെ നേരിട്ട് ഈ ക്ലാസ്സിലേക്ക് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതിനുശേഷം നോക്കൂ, ഇതെന്താണ്? ഹോമോസൈഗസ് ആണ്. ഇതെന്താണ്? ഹോമോസൈഗസ് ആണ്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ? നമ്പർ ഓഫ് ഗാമീറ്റ് കാണുന്ന ഇക്വേഷൻ 2:n. അപ്പൊ ഇതെല്ലാം ഹോമോസൈഗസ് ആണ്. 2:n. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെട്രോസൈഗസ് ആണ്. അപ്പൊ ഇതില് ഹോമോസൈഗസ് ആണ്. അപ്പൊ ഇതിനകത്ത് ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ? എങ്ങനെ? 2:0 = 1. എന്തുകൊണ്ട് 2:1 ആവാത്തെ? കാരണം ഇതും ഇതും ഹോമോസൈഗസ് ആണ്. ഇതും ഹോമോസൈഗസ് ആണ്. അപ്പൊ ഹെട്രോസൈഗസ് ഇല്ല. 2:n ആണ് ഇക്വേഷൻ. അതിൽ n എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ആണ്.
ഇതില് ഹെട്രോസൈഗസ് ഇല്ല, ഹോമോസൈഗസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് 0 2⁻0 എത്രയാണ് 1. അപ്പൊ ആകെ ഒരു ഗാമീറ്റ് ഇതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ, ഒറ്റ ഗാമീറ്റ്. ഏതാണ് ഗാമീറ്റ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഇതിനകത്തുനിന്നും ഒറ്റ ഗാമീറ്റ് ഉണ്ടാവുന്നുള്ളൂ, സ്മോൾ ടി സ്മോൾ ആർ. ഇനി ഈ പോളൻ ചെയിൻ ഇതിലേക്ക് പതിപ്പിച്ചാൽ ഒന്നാമത്തെ തലമുറ ഉണ്ടാവും. അതേതാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവന്റെ സ്വഭാവം എന്താണ്? ടോൾ പ്ലാന്റ് ആണ്. ഇതെന്താണ്? റൗണ്ട് സീഡ് ആണ്. അതായത് ഈ പ്ലാന്റും ക്രോസ് എടുത്ത് നടത്തിയാൽ ഒന്നാമത്തെ തലമുറ എല്ലാ ചെടികളും എന്തായിരിക്കും? ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ഈ ചെടിയിൽ നിന്ന് എങ്ങനെ രണ്ടാം തലമുറ ഉണ്ടാക്കാം? അതെ, സെൽഫ് പോളിനേഷൻ. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ പരാഗരേണുക്കൾ അതിലേക്ക് തന്നെ പതിപ്പിക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതെന്താ ചെടി പറയൂ? ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ക്രോസ് ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇതെന്തിനാ 2 പ്രാവശ്യം ഒരേ സാധനം എഴുതിയത്? കാരണം അതിലെ പരാഗരേണുക്കൾ അതിലേക്ക് തന്നെയല്ലേ പതിപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് എഴുതി? ഇവിടെ എഴുതി വായിക്കൂ. ഇവിടെ എഴുതി എന്ത്? ഗമീറ്റ് എന്ന് എഴുതി അല്ലെ. ഇത് മെട്രോസൈഗസ് ആണ്, ഇത് മെട്രോസൈഗസ് ആണ്. എത്ര ഗാമീറ്റ് ഉണ്ട്? 2 ഗാമീറ്റ് ഉണ്ട്. അതൊരു ലോ ആണ് കേട്ടോ. നിയമത്തിന്റെ പേരുണ്ട് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതിന് അടുത്ത സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത് മെട്രോസൈഗസ് അല്ലെ. അപ്പൊ എത്ര ഗാമീറ്റ് ഉണ്ട്? എത്ര ഹെട്രോസൈഗസ് ഉണ്ട്? 2 ഹെട്രോസൈഗസ് ഉണ്ട്. അപ്പൊ എന്താ? 2⁻². 2⁻² എത്ര? 4. അപ്പൊ ഇതിനകത്ത് 4 ഗാമീറ്റുകൾ 1 2 3 4 അല്ലെ. 4 ഗാമീറ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഏതൊക്കെയാ ഗാമീറ്റ്? ഒന്നുകിൽ ഇതും ആകാം, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, അല്ലെങ്കിൽ ഇതും കൂടിയതാകാം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, അല്ലെങ്കിൽ ഇതും ആകാം, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, അല്ലെങ്കിൽ ഇതും ആകാം, സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ ഈ ടാൾ റൗണ്ട് എന്ന് പറയുന്ന ഈ ഹെട്രോസൈഗസ് ചെടിനകത്തുനിന്ന് 4 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഒന്നുകിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അടങ്ങിയ ഗാമീറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ആർ അടങ്ങിയ ഗാമീറ്റ്, അല്ലെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ അടങ്ങിയ ഗാമീറ്റ്, അല്ലെങ്കിൽ സ്മോൾ ടി സ്മോൾ ആർ അടങ്ങിയ ഗാമീറ്റ്. ഇതേപോലെ തന്നെയല്ലേ ഇതിനകത്തും കാണുന്നത്? ഒരേപോലെ അല്ലേ. അപ്പൊ ഇതിനകത്തുനിന്ന് 4 ഗാമീറ്റ് 1 2 3 4. ഏതൊക്കെ ഗാമീറ്റ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ. ഇനി എന്ത്? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുമായിട്ട് കൂടണം. ചാൻസുകളാണ് നമ്മൾ പറയുന്നത് അല്ലെ. ആ ചാൻസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പുന്നർ സ്ക്വയർ വരച്ചു അല്ലെ. പുന്നർ സ്ക്വയർ ഇവിടെ വരക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഇവിടെ വരയ്ക്കുന്നു. 1 2 3 4 1 2 3. അപ്പൊ ഇവിടെ 1 2 3 4 1 2 3 4 4 × 4 16 ബോക്സ് വെച്ചു. എങ്ങനെ മനസ്സിലായി 16 ബോക്സ് വേണം? ഇവിടെ 4 ഗാമീറ്റ്, ഇവിടെ 4 ഗാമീറ്റ്. അപ്പൊ മൊത്തം 16 ബോക്സുകളാണ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഈ ഗാമീറ്റുകളെല്ലാം ഇതിന് മുകളിൽ എഴുതി. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ. ക്യാപിറ്റൽ ഒന്നും മാറരുത് കേട്ടോ. അടുത്തത് ഇവിടെ ഇതാ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ. ഇനി എന്ത് ചെയ്യുക? ഇവനും ഇതിനകത്ത്, ഇവനും ഇതിനകത്ത്, ഇവനും ഇതിനകത്ത്. അത് എഴുതുക. ഓക്കെ, വേഗം എഴുതി നോക്കൂ. പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ് ആവും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ചെയ്യൂ, വേഗം ചെയ്യൂ. എൻ്റെ പെട്ടെന്ന് കഴിയും. ഓക്കെ, capital T capital R small r capital T small r small r capital T small t capital R small r capital T small t small r small r capital T small t capital R capital തെറ്റുണ്ടോ നോക്കട്ടോ. capital T small t capital R small r small t capital R capital small t capital R small r capital T small t capital R small r capital T small t small r small r small t capital R small r small t small r small r. ഇനി ഇതിനൊക്കെ ക്യാരക്ടർ താഴെ എഴുതിക്കോളും. ടാള് റൗണ്ട് ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് പറ. ക്യാപിറ്റൽ എന്താ? ടാള്. ക്യാപിറ്റൽ റൗണ്ട് ടാള് റൗണ്ട് capital ടാള് റൗണ്ട് capital small t capital ടാള് റൗണ്ട് capital small t capital ടാള് റൗണ്ട് capital small t capital ടാള് റൗണ്ട് capital T ടാള് small r wrinkled. അപ്പൊ ടാള് wrinkled capital small t capital ടാള് റൗണ്ട് capital small t small r എന്താണ്? അയ്യോ ക്യാപിറ്റൽ മാറ്ററില്ല അല്ലേ. ടാള് wrinkled. ഇതോ ടാള് റൗണ്ട് small t capital R small t dwarf round
ടാൾ റൗണ്ട്, ടാൾ റിങ്കിൾഡ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിംഗിൾ. അപ്പൊ നമുക്ക് നോക്കൂ, ഒന്ന് എഴുതി നോക്കാം. ഇതാണല്ലോ F2. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് F2. നോക്കൂ, ഓരോ ക്യാരക്ടർ എന്തൊക്കെ കിട്ടിയോ നോക്കൂ. ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് എത്ര ഉണ്ട് നോക്കൂ. 9 കിട്ടിയത് കാണാം. എണ്ണി നോക്കിയാൽ മതി, ഓരോന്ന് എണ്ണി നോക്കുക. സ്വാഭാവികം എത്ര കിട്ടി നോക്കുക. 9 കാണാം. ഇനി നോക്കൂ, ടാൾ പ്ലാന്റ് വിത്ത് റിംഗിൾഡ് സീഡ് എത്ര കിട്ടി നോക്കി നോക്കൂ. 3 കിട്ടിയതായി കാണാം. 3. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് എത്ര കിട്ടി നോക്കൂ. 3 കാണാം. ഇനി അടുത്ത് നോക്കൂ, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിംഗിൾഡ് സീഡ് എത്ര കിട്ടി നോക്കൂ. 1 കാണാം. അപ്പൊ ഇതിനകത്ത് നിന്ന് കിട്ടിയ ഇവന്മാരെയല്ലേ ഫീനോടൈപ്പ് എന്ന് പറയാ. അപ്പൊ ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാ? 9:3:3:1. അപ്പൊ ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാണ്? 9:3:3:1. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഡ്വാർഫ് റിംഗിൾഡ് ഈ ബോക്സിൽ എവിടെ? ഡ്വാർഫ് റിംഗിൾഡ് ഇതല്ലേ? അതെ, ഡ്വാർഫ് റിംഗിൾഡ് എഴുതിയിട്ടില്ല. സ്വഭാവം നിങ്ങൾ എഴുതണേ. ഡ്വാർഫ് റിംഗിൾഡ്. ഈ ഡ്വാർഫ് റിംഗിൾഡ് ഇതിനകത്ത് നിന്ന് കിട്ടാനുള്ള ചാൻസ് എത്രയാ? മൊത്തം എത്ര കിട്ടി നമുക്ക്? 16 ചാൻസുകളാണ്. അതിൽ ഇത് കിട്ടാനുള്ള ചാൻസ് എന്താ? 1. അപ്പൊ എത്രയാ? 1/16. ഇനി അടുത്തത്, ഇതിനകത്ത് നിന്നും ടാൾ റൗണ്ട് കിട്ടാനുള്ള സാധ്യത എത്ര? 9. എത്ര എണ്ണത്തിൽ? 16. എങ്ങനെ 16? എത്ര ടാൾ റൗണ്ട്? 9, 3, 3, 1 എല്ലാം കൂടി കൂട്ടി നോക്കും. 16 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ 16 ടാൾ റൗണ്ട് കിട്ടാനുള്ള സാധ്യത 9. ടാൾ റിംഗിൾഡ് കിട്ടാനുള്ള സാധ്യത 3/16. ഡ്വാർഫ് റൗണ്ട് കിട്ടാനുള്ള സാധ്യത 3/16. ഡ്വാർഫ് റിംഗിൾഡ് കിട്ടാനുള്ള സാധ്യത 1/16 എന്ന് പറയുന്നത്. ഇനി അടുത്തത് അപ്പൊ ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:3:3:1 ആണ്. ഇനി എത്ര ക്യാപിറ്റൽ ഡി? ഇതെന്താണ്? ജീനോടൈപ്പ് ആണോ ഫീനോടൈപ്പ് ആണോ ഈ എഴുതിയത്? ജീനോടൈപ്പ് ആണ്. ഇതിന്റെ സ്വഭാവങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, എത്ര ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, എത്ര ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, എത്ര ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, എത്ര ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, അങ്ങനെ ഓരോന്നും എണ്ണി നോക്കുക. അപ്പൊ നമുക്കൊരു വലിയ റേഷ്യോ കിട്ടും. ഏത് റേഷ്യോ എത്രയായിരിക്കും? 1:2:1:2:4:2:1:2:1 നിർബന്ധമായിട്ട് കാണാൻ പഠിക്കണം. അപ്പൊ ഇതിന്റെ എണ്ണങ്ങൾ, ഇത് ഫീനോടൈപ്പിക് റേഷ്യോ. ഇത് എത്ര ഉണ്ട്, ഇത് എത്ര ഉണ്ട്, ഇത് എത്ര ഉണ്ട്, ഇത് എത്ര ഉണ്ട്, ഇങ്ങനെ ഓരോന്നും എണ്ണി നോക്കുക. ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ ഒന്നേ ഉള്ളൂ. ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ 2 ഉണ്ടോ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ ഓരോന്നും എണ്ണി നോക്കുമ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടും. അതാണ് ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. അത് എത്രയാണ്? 1:2:1:4:2:1:2:1 എന്ന് കിട്ടും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ച റേഷ്യോസ് ഒന്ന് ചുരുക്കി നോക്കാം. മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 3:1. മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ചു. ഈ എപ്പിസോഡ് പഠിച്ച എന്താണ്? ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1. കഴിഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അതിൽ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ തൊട്ട് മുന്നേ എക്സാമ്പിൾ ടാൾ റൗണ്ട് 9, ടാൾ റിംഗിൾഡ് 3, ഡ്വാർഫ് റൗണ്ട് 3, ഡ്വാർഫ് റിംഗിൾഡ് 1. അപ്പൊ ഇത് എന്ത് റേഷ്യോ ആണ് മക്കളെ? F2 റേഷ്യോ അല്ലേ? അപ്പൊ ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 9:3:3:1. ഇതിൽ ഡ്വാർഫ് റിംഗിൾഡ് കിട്ടാനുള്ള സാധ്യത 1/16, ഡ്വാർഫ് റൗണ്ട് കിട്ടാനുള്ള സാധ്യത 3/16, ഡ്വാർഫ് റൗണ്ട് ടാൾ ടാൾ റിംഗിൾഡ് കിട്ടാനുള്ള സാധ്യത 3/16, ടാൾ റൗണ്ട് കിട്ടാനുള്ള സാധ്യത 9/16. ഇനി ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കട്ടോ, നല്ല രസമുള്ള കാര്യത്തിലേക്കാ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ, ഒരു ഡൈഹൈബ്രിഡ് F2-ൽ എത്ര വ്യത്യസ്ത ഫീനോടൈപ്പ് ഉണ്ടാവും? 4 അല്ലേ? ഒരു ഡൈഹൈബ്രിഡ് ചെയ്തു കഴിഞ്ഞു, ആ ഡൈഹൈബ്രിഡിന് F2 പുണ്യസ്കർക്ക് വെച്ച് F2 കിട്ടിയത്, അതിൽ എത്ര വ്യത്യസ്ത ഡിഫറെന്റ് ഫീനോടൈപ്പ് ഉണ്ടോ? 4. ഏതൊക്കെ? ടാൾ റൗണ്ട്, ടാൾ റിംഗിൾഡ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിംഗിൾഡ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 4 വ്യത്യസ്ത ഫീനോടൈപ്പ് ആണ് ഡൈഹൈബ്രിഡ് F2-ൽ ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത് പാരന്റ് ടൈപ്പും റീകോമ്പിനന്റും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് ഡൈഹൈബ്രിഡ് F2-ൽ? 10:6. വല്ലതും മനസ്സിലായോ? ഇല്ല. അതായത് ഒരു ഡൈഹൈബ്രിഡ് F2 ക്രോസ് നടത്തി കഴിഞ്ഞാൽ ഡൈഹൈബ്രിഡിന്റെ F2 റേഷ്യോയിൽ
എത്ര വ്യത്യസ്ത ക്യാരക്ടറുകൾ ഉണ്ടായി? 4 വ്യത്യസ്ത ക്യാരക്ടറുകൾ. എത്ര? അതാണ് ഫീനോടൈപ്പ് ആണ്. എത്ര വ്യത്യസ്ത ഫീനോടൈപ്പ് ഉണ്ടായി? ഏതൊക്കെയാണ്? ടാൾ റൗണ്ട്, ടാൾ റിങ്കിൾഡ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിങ്കിൾഡ്, അങ്ങനെ 1 2 3 4 4 വ്യത്യസ്ത ക്യാരക്ടർ. സോ ഇൻ എ ഡൈഹൈബ്രിഡ് F2 ratio 4 different phenotypes are produced. എന്റെ അടുത്ത ചോദ്യം ഇതാണ്, what is the ratio between parent and recombinant in a dihybrid F2? ഒരു ഡൈഹൈബ്രിഡ് ക്രോസിലെ F2-ൽ പാരന്റിന്റെ സ്വഭാവവും പാരന്റിന്റെ വ്യതിചലിച്ച നോൺ പാരന്റ് അല്ലെങ്കിൽ റീകോംബിനന്റ് എന്ന് വിളിച്ചോ, പാരന്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച ക്യാരക്ടറുകൾ ഏതൊക്കെയാണ്? അപ്പൊ പറയൂ, ഇത് പാരന്റിന്റെ ക്യാരക്ടർ ആയിരുന്നില്ല. തൊട്ടു മുന്നത്തെ കേസിൽ ഏത് എക്സാമ്പിൾ ടാൾ റൗണ്ടിനെ നമ്മൾ ഡ്വാർഫ് റിങ്കിൾഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ ഇതല്ലേ പാരന്റ്. എത്ര ടാൾ റൗണ്ട് ഉണ്ട്? 9. എത്ര ഡ്വാർഫ് റിങ്കിൾഡ് ഉണ്ട്? 1. അപ്പൊ 9 കൂട്ടണം 1 10. ഇത് രണ്ടും പുതിയ കോമ്പിനേഷൻ അല്ലേ? പാരന്റിന്റെ കോമ്പിനേഷനിൽ നിന്നും വ്യതിചലിച്ചുണ്ടായതല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ജീനുകൾ മിക്സ് ചെയ്തുണ്ടായതല്ലേ? അതിന് വിളിക്കുന്ന പേര് റീഷഫ്ലിംഗ് ഓഫ് ജീൻ എന്നൊക്കെ വിളിക്കും. അങ്ങനെ പാരന്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച ക്യാരക്ടറുകൾ ഏതൊക്കെ? ഇതും പാരന്റ്. അതായത് മക്കളെ നമ്മൾ തൊട്ടു മുന്നത്തെ കേസിൽ എന്ത് ചെയ്തു? ടാൾ റൗണ്ടിനെ ഡ്വാർഫ് റിങ്കിൾഡുമായിട്ട് ക്രോസ് ചെയ്തു അല്ലെ. എന്നിട്ട് ഗാമീറ്റ് ഒക്കെ ഉണ്ടാക്കി കൂട്ടിച്ചേർത്തു അല്ലെ. ഇതല്ലേ അപ്പൊ പാരന്റ്? അതെ, ഇവന്മാരാണ് പാരന്റ്സ്. അപ്പൊ ഈ പാരന്റ് എത്ര ഉണ്ട്? ടാൾ റൗണ്ട് എത്ര ഉണ്ട്? 9. ഡ്വാർഫ് റിങ്കിൾഡ് എത്ര ഉണ്ട്? 9 1 എത്ര? 10. അതാണല്ലോ പാരന്റ് ക്യാരക്ടർ. പാരന്റിൽ നിന്ന് വ്യതിചലിച്ച സ്വഭാവം ഏതൊക്കെയാ? ടാൾ റിങ്കിൾഡും ഡ്വാർഫ് റൗണ്ടും. ഇതാണോ ഇത്? അല്ല. ഇതാണോ ഇത്? അല്ല. ഇതാണോ ഇത്? രണ്ടും അല്ല. അപ്പൊ ഈ ജീനുകൾ റീഷഫിൾ ചെയ്തിട്ടുണ്ടായതാണ് ഇവന്മാര് അല്ലെ. അപ്പൊ പാരന്റ് ടൈപ്പും നോൺ പാരന്റ് ടൈപ്പും നമ്മൾ റേഷ്യോ അതിനെ വിളിക്കുന്ന റീകോംബിനന്റ്. അത് റേഷ്യോ എത്ര? 10:6. എന്ത്? 10:6. അപ്പൊ ചോദിക്കട്ടെ, പാരന്റ് ക്യാരക്ടർ F2 കിട്ടാനുള്ള സാധ്യത എത്ര? 10/16. റീകോംബിനന്റ് ടൈപ്പ്, അതായത് പാരന്റിന്റെ ക്യാരക്ടറിൽ നിന്ന് വ്യതിചലിച്ച നോൺ പാരന്റ് ക്യാരക്ടർ, പാരന്റിന്റെ സ്വഭാവം അല്ലാത്ത ന്യൂ ക്യാരക്ടർ കിട്ടാനുള്ള സാധ്യത എത്ര? 6/16. ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിക്കൊണ്ട്. അപ്പൊ ഇതൊക്കെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇമ്പോർട്ടന്റ് ആണ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറയാം, മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 3:1, മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1, ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1, ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:4:2:1:2:1. മനസ്സിലായല്ലോ. ഇനി അടുത്തത്, എത്ര വ്യത്യസ്ത ഫീനോടൈപ്പ് കിട്ടും ഡൈഹൈബ്രിഡ് F2-ൽ? 4 അല്ലെ? 4 അല്ലേ? പാരന്റ് നോൺ പാരന്റും അല്ലെങ്കിൽ റീകോംബിനന്റ് നമ്മൾ റേഷ്യോ 10:6. ഇതിൽ പാരന്റ് കിട്ടാനുള്ള സാധ്യത 10/16, നോൺ പാരന്റ് റീകോംബിനന്റ് കിട്ടാനുള്ള 6/16. അപ്പൊ തൽക്കാലം നിങ്ങൾ റീകോംബിനന്റിനെ നോൺ പാരന്റൽ ക്യാരക്ടർ എന്നൊക്കെ വിളിച്ചോളൂ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് വാരിയന്റ്, ഒരു വാരിയേഷൻ കൂടിയാണ് അല്ലെ. പാരന്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വാരിയന്റ് ചെയ്തതാണ്. അപ്പൊ 10:6 എന്നുള്ള റേഷ്യോ നിർബന്ധമായിട്ടും പഠിക്കുക, മനസ്സിൽ വെക്കുക. അടുത്തത് പ്യുവർ മാത്സ് അല്ലെ, പക്ക മാത്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി അടുത്തത് നോക്കൂ, ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1:2:4:2:1:2:1. ഡൈഹൈബ്രിഡ് എന്ത് റേഷ്യോ ആണ്? ജീനോടൈപ്പിക് റേഷ്യോ. ഇതിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, എത്ര വ്യത്യസ്ത ജീനോടൈപ്പ് ഉണ്ട് ഡൈഹൈബ്രിഡ് F2-ൽ? എത്ര വ്യത്യസ്ത ജീനോടൈപ്പ് ഉണ്ട് ഡൈഹൈബ്രിഡ് F2-ൽ? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 വ്യത്യസ്ത ജീനോടൈപ്പുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതില് ഡൈഹൈബ്രിഡ് F2. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നിങ്ങൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം തന്നെ കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ എത്രയാണ്? 9 ആണ്. എത്ര? 1 2 3 4 5. എത്ര വ്യത്യസ്ത ജീനോടൈപ്പാണ് കിട്ടിയത്? അതല്ലേ ഇത്. അപ്പൊ എത്ര? 9. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാം. ഇതെന്ത് ക്രോസ് ആണ് മക്കളെ? ടാൾ പ്ലാന്റ് റൗണ്ട് സീഡ് ക്രോസ്, ഡ്വാർഫ് പ്ലാന്റ് റിങ്കിൾഡ് സീഡ് അല്ലെ. ഇതെന്ത് ക്രോസ് ആണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും അല്ലെ. ഈ ഡൈഹൈബ്രിഡ് ക്രോസിനകത്ത് നിന്നുണ്ടാകുന്ന ഗാമീറ്റുകൾ ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾക്കറിയാം, കാണാതറിയാം. ക്യാപിറ്റൽ D, ക്യാപിറ്റൽ R. ഇതിനകത്തുനിന്ന് സ്മോൾ t, സ്മോൾ r. ഇതെന്താണ്? ക്യാപിറ്റൽ D, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r. ഇത് എത്രാം തലമുറയാണ്? F1. ഇവന്റെ സ്വഭാവം എന്താണ്? ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ടാൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇത്രയും കാര്യം നമുക്കറിയാവുന്നതല്ലേ.
അപ്പൊ ഏതാ വിട്ടുപോയി എന്ന് പറയുന്ന കാര്യം ഒന്ന് നോക്കൂ മക്കളെ. ഇത് എന്ത് ക്രോസ് ആണ്? ഡൈഹൈബ്രിഡ് ക്രോസ്. ഇതിനെ ഇവനുമായിട്ടോ നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ബാക്ക് ക്രോസ്. F1 പ്രോജനെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ് അല്ലെ. ഇവന്റെ റെസസീവ് പാരന്റ്, ടാൾ പ്ലാന്റ് റെസസീവ് എന്താ? ഡ്വാർഫ് പ്ലാന്റ്. റൗണ്ട് സീഡ് റെസസീവ് എന്ന റിംഗിൾ പ്ലാന്റ്. ഇതിനെ ഇതുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. അതൊന്ന് ചെയ്ത് നോക്കുക. നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവൻ ടെസ്റ്റ് ക്രോസ് ചെയ്യാണ്. സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. നോക്കൂ, ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ? ഹെട്രോസൈഗസ് അല്ലെ, 2 ഹെട്രോസൈഗസ്. അപ്പൊ എത്ര ഗാമീറ്റ് ഉണ്ടാവും? 4 ഗാമീറ്റ് ഉണ്ടാവും. 4 ഗാമീറ്റ് ഉണ്ടാവും. ഏതൊക്കെ 4 ഗാമീറ്റ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇതിനകത്തുനിന്ന് ഇതും ഹോമോസൈഗസ് ഇതും ഹോമോസൈഗസ്. ഇതിനകത്തുനിന്ന് ആകെ ഒരൊറ്റ ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. ഏതായിരിക്കും? സ്മോൾ ടി സ്മോൾ ആർ. ഇനി നോക്കൂ, പുന്നസ് കർവ് വേണമെങ്കിൽ വരക്കാം. അപ്പൊ ഇത് നോക്കൂ, ഇതുമായി കൂടിച്ചേർന്നാൽ എന്തിടാം? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതോ ഇവനുമായി കൂടിച്ചേർന്നാലോ? ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇവനുമായി കൂടിച്ചേർന്നാലോ? സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവനുമായി കൂടിച്ചേർന്നാലോ? സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇവന്റെ പ്രത്യേകത എന്താ? ടാള് റൗണ്ട്. ഇതോ ടാള് റിംഗിൾഡ്. ഇതോ ഡ്വാർഫ് റൗണ്ട്. ഇതോ ഡ്വാർഫ് റിംഗിൾഡ്. അപ്പൊ നോക്കൂ മക്കളെ, എത്ര ടാള് റൗണ്ട് കിട്ടി? 1. എത്ര ടാള് റിംഗിൾഡ് കിട്ടി? 1. എത്ര ഡ്വാർഫ് റൗണ്ട് കിട്ടി? 1. എത്ര ഡ്വാർഫ് റിംഗിൾഡ് കിട്ടി? 1. ഇതെന്താണ് മക്കളെ? ടെസ്റ്റ് ക്രോസ് അല്ലേ. അപ്പൊ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എത്രയാണ്? 1:1:1:1. മനസ്സിലാക്കുക. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്നാണ് 1:1:1:1. എന്തായിരുന്നു മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? 1:1. 1:1 1:1 ഗുണിച്ചോ കിട്ടും. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു വാലന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ഈ F1 പ്രോജനെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസ് ടെസ്റ്റ് ക്രോസ്. ഇതിനെ വിളിക്കുന്ന പേര് ഡൈഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. ഇവനെ ഇതുമായിട്ട് നടത്തിയ ക്രോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 4 വ്യത്യസ്ത ക്യാരക്ടറായി. അതുകൊണ്ടാണ് 1:1:1:1. അപ്പൊ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്? 1:1:1:1. അപ്പൊ നമ്മൾ പഠിച്ച റേഷ്യോസ് ഒന്നും കൂടി ആലോചിക്കുക. മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 3:1. മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1. ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1:2:4:2:1:1. പിന്നെ അടുത്തത് പാരലൽ നോൺ പാരലൽ റേഷ്യോ 10. നോൺ പാരലൽ റീകോംബിനന്റ് റേഷ്യോ 10:6. പിന്നെ എത്ര വ്യത്യസ്ത ഫിനോടൈപ്പ് ഉണ്ടാവും? 4. എത്ര വ്യത്യസ്ത ജീനോടൈപ്പ് ഉണ്ടാവും? 9. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1:1:1. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. ഓക്കെ. ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തു. എന്തായിരുന്നു ഡൈഹൈബ്രിഡ് ക്രോസ്? ദ ക്രോസ് ബിറ്റ്വീൻ two characters. The cross between 2 characters. അല്ലെങ്കിൽ the crosses in plants differing in 2 traits. The crosses in plants differing in 2 traits എന്നും പറയാം. ഓക്കെ. അപ്പൊ അതിനകത്ത് നിന്ന് അദ്ദേഹത്തെ റേഷ്യോ കിട്ടി. ഏത് റേഷ്യോ ആണ്? 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോ കിട്ടി. അതിൽ പാരന്റൽ ക്യാരക്ടറും കിട്ടി, പാരന്റിൽ നിന്ന് വ്യതിചലിച്ച ക്യാരക്ടറും കിട്ടി. ഏത് റേഷ്യോയില്? 10:6. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം ഒരു കൺക്ലൂഷൻ എത്തിക്കെത്തി. അതാണ് മെന്റലിന്റെ സെക്കൻഡ് സെറ്റ് ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു ലോ ആണത്. ആ ലോയെ വിളിക്കുന്ന പേരാണ് സ്വതന്ത്ര അപവ്യൂഹക നിയമം എന്ന് പറയും. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയും. സെക്കൻഡ് സെറ്റ് ഓഫ് ജനറലൈസേഷൻ എന്ന് പറയും. ഓക്കെ. എന്താണ് ഈ ലോ? ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ, ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓഫ് എ ഡൈഹൈബ്രിഡ്, ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്ന നിയമമാണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഡൈഹൈബ്രിഡ് ക്രോസ് ഉൾത്തിരിഞ്ഞുണ്ടായ ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ, ഗാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഓഫ് എ ഡൈഹൈബ്രിഡ്, ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ ഗാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡൈഹൈബ്രിഡ് 2 ക്യാരക്ടറുകൾ എന്ന് വിചാരിക്കുക, അതിനകത്ത് ഗാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ദ ജീൻ ഫോർ റൗണ്ട് ഷേപ്പ്, ഉദാഹരണമായി പറയാം, ഇതാണ് കേസ് വിചാരിച്ചോളൂ. റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളർ, അതാണ് ഒരു കേസ് വിചാരിച്ചോളൂ. അപ്പൊ ദ ജീൻ ഫോർ റൗണ്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പിന് കാരണമായ കാരണത്തിന് കാരണമായ ജീൻ അസോർട്ട് ഔട്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ജീൻ ഫോർ യെല്ലോ കളർ. യെല്ലോ കളറിന് കാരണമായ ജീൻ തമ്മിൽ ഒരുമിച്ച് വേർപിരിഞ്ഞ് ഒരു ഗാമീറ്റിനകത്തോട്ട് കയറുന്നു എന്നുള്ളതാണ്.
കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കേസ് വെച്ചിട്ടുണ്ട്. നോക്കൂ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ത് സ്വഭാവമാണ് എന്നുള്ളത്? റൗണ്ട് യെല്ലോ ആണ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ട്? നമുക്കറിയാം 4 ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവും എന്ന് പറയും അല്ലെ. എത്ര ടൈപ്പ് ഗ്യാമീറ്റ് ആവും? 4 ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ ആരായിരിക്കും? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഇവനുമായി കൂടി ചേർന്ന് വരാം, അല്ലെങ്കിൽ ഇവനുമായി കൂടി ചേർന്ന് വരും ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, അല്ലെങ്കിൽ ഇവനുമായി കൂടി ചേർന്ന് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, അല്ലെങ്കിൽ ഇവനുമായി കൂടി ചേർന്ന് വരാം സ്മോൾ ആർ സ്മോൾ വൈ. അതായത് ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ് ഫോർമേഷൻ അതുമായി ബന്ധപ്പെട്ട ലോ ആണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കും മക്കളെ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡ്യൂറിംഗ് ഗ്യാമീറ്റ് ഫോർമേഷൻ ഓഫ് എ ഡൈഹൈബ്രിഡ്, the gene for round shape assort out independently of the gene for yellow color. കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. The gene capital R, ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കേസിൽ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ജീൻ അല്ലെങ്കിൽ അല്ലിൻ കമ്പൈൻ വിത്ത് ഡോമിനന്റ് ജീൻ ക്യാപിറ്റൽ വൈ. ഒന്നെങ്കിൽ അവൻ ഇവരുമായി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗ്യാമീറ്റിനകത്തോട്ട് പോകും, അല്ലെങ്കിലോ ഇവരുമായി കൂടി ചേർന്ന് ഒരു ഗ്യാമീറ്റിനകത്തോട്ട് പോകും. The gene capital R may combine with the dominant gene capital Y or recessive gene small y and enter into the gamete. ഗ്യാമീറ്റിനകത്തോട്ട് കയറി. അല്ലെങ്കിലോ ഇവനുമായി കൂടിച്ചേർന്ന് ഇതിനകത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇവനുമായി കൂടിച്ചേർന്ന് അങ്ങനെ ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ് ഫോർമേഷന്റെ ആ രൂപ ജീനുകൾ ഇതിൽ നിന്ന് വേർപിരിഞ്ഞ് ഓരോന്നും ഓരോ ഗ്യാമീറ്റിനകത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞ നിയമമാണ് എന്ത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. വായിച്ചു നോക്കൂ. The gene capital R, ഈ കേസിലാണ് the gene capital R may combine with the dominant gene capital Y ആയിട്ട് കൂടിച്ചേർന്ന് ഗ്യാമീറ്റിനകത്തോട്ട് കയറാം, or recessive gene small y ആയിട്ട് കയറാം. അല്ലെങ്കിലോ the gene small r may combine with small r എന്ന് പറയുന്ന gene may combine സാധ്യത combine with dominant gene capital Y ആയിട്ട് കൂടിച്ചേർന്ന് വരാം, or recessive gene small എന്നിട്ട് ഗ്യാമീറ്റിനകത്തോട്ട് വരും. ഇങ്ങനെ ഇവന്മാർ ഇങ്ങനെ ഗ്യാമീറ്റിനകത്തോട്ട് ഇതിൽ വന്നാൽ മാത്രമേ നമുക്ക് ഏത് റേഷ്യോയിൽ ഉണ്ടാവുള്ളൂ? 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് കിട്ടുള്ളൂ? ഡൈഹൈബ്രിഡ് റേഷ്യോ കിട്ടുള്ളൂ. ഇങ്ങനെ ഗ്യാമീറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ടൈപ്പ് കിട്ടില്ല? 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കിട്ടില്ല. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ എക്സ്പ്ലനേഷൻ എന്താണ്? ഒറിജിനൽ തിയറി ഒറിജിനൽ അത് പറയാം. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെ. അങ്ങനെ ഡൈഹൈബ്രിഡ് ക്രോസ് ഉൾത്തിരിഞ്ഞു വന്ന നിയമമാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. 9:3:3:1 കിട്ടാനുള്ള കാരണം എന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ്. അങ്ങനെ മോണോഹൈബ്രിഡ് ക്രോസ് വന്ന ലോ ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ഫസ്റ്റ് ലോ സെക്കൻഡ്, അങ്ങനെ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് ജനറലൈസേഷൻ ആയിട്ട് വന്നതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇതെന്താണ്? ഹെട്രോസൈഗസ് ആണ്. ഇതിനകത്ത് നിന്ന് 4 ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവും. ഗ്യാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഡോമിനന്റ് അലീൽ ഒന്നെങ്കിൽ ഇവനുമായിട്ട് കൂടിച്ചേർന്ന് ഗ്യാമീറ്റിനകത്തോട്ട് പോകും, അല്ലെങ്കിൽ ഇവനുമായി കൂടിച്ചേർന്ന് ഗ്യാമീറ്റിനകത്തോട്ട് പോകും, അല്ലെങ്കിൽ ഇവനുമായി കൂടിച്ചേർന്ന് പോകാം, അല്ലെങ്കിൽ ഇവനുമായിട്ട് കൂടിച്ചേർന്ന് പോകാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ ലോയുടെ രൂപമാണ് താഴെ കൊടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള. when 2 pairs of traits are combined in a hybrid, ഒരു ഹൈബ്രിഡിനകത്ത് രണ്ടിലധികം ട്രേറ്റ്, 2 പെയറിലധികം ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ എന്താ ട്രേറ്റ്? അറിയാം. ഏതൊക്കെ ട്രേറ്റ് ഉണ്ട്? റൗണ്ട് ഉണ്ട്, റിങ്കിൾഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലെ. 2ലധികം പെയർസ് ഓഫ് ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ സഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ, ഒരു ജോഡി സ്വഭാവങ്ങൾ വേർപിരിയുന്നത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പെയർ ഓഫ് ക്യാരക്ടർ. അത് ആരിനെ ആശ്രയിച്ചിട്ടല്ല, മറ്റേ പേരിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിട്ടല്ല. അപ്പൊ ഈ ഡെഫിനിഷൻ നിർബന്ധമായി പഠിക്കാം. when 2 pairs of traits are combined in a hybrid, segregation of 1 pair of character is independent of other pair of character എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഗ്യാമീറ്റുകൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ഗ്യാമീറ്റുകൾ, അതായത് ഈ 4 ടൈപ്പ് ഗ്യാമീറ്റുകൾ ഉണ്ടായാൽ മാത്രമേ ഏത് റേഷ്യോയിൽ ഉണ്ടാവുള്ളൂ? 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്തുണ്ടാവുള്ളൂ? പിന്നെ നമുക്ക് F2 പ്രോജനീസ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി ഒരു എക്സെപ്ഷൻ പറയാം. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ എക്സെപ്ഷൻ ആണ് മക്കളെ, എക്സെപ്ഷൻ ആണ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. എന്താണ് ലിങ്ക്ഡ് ജീൻ എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ പറയും. ഒരു ക്രോമസോമിന് മുകളിൽ ജീനുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയും. ഫിനോമിനൻ ഈസ് കാൾഡ് ലിങ്കേജ് എന്ന് പറയും. അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ ഇതാണ്: ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഇൻ എ ക്രോമസോം ആണ് ലിങ്ക്ഡ്. അപ്പൊ തൽക്കാലം അതൊക്കെ എന്താന്ന് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ലിങ്ക്ഡ് ജീൻ ആരുടെ എക്സെപ്ഷൻസ് ആണ്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ എക്സെപ്ഷൻ ആണ്. അതായത് ലിങ്ക്ഡ് ജീൻ ഒരിക്കലും ഈ ലോ അംഗീകരിക്കില്ല. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ ഗ്യാമീറ്റ് ഉണ്ടാവില്ല. ഓക്കെ,
അതൊക്കെ എന്താന്നുള്ള പഠിക്കുക. അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഏത് ക്രോസ് ഉണ്ടായതാണ്? ഡൈഹൈബ്രിഡ് ക്രോസ് ഉണ്ടായതാണ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്തിനു വേണ്ടിയായിരുന്നു? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. അങ്ങനെ ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ, 2 ജീൻ ഇൻഹെറിറ്റ് ചെയ്യുന്ന പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയ. അതിന്റെ റേഷ്യോ പഠിച്ചത് 9:3:3:1. അതെന്ത് റേഷ്യോ ആയിരുന്നു? ഫിനോടൈപ്പിക് റേഷ്യോ. എന്തായിരുന്നു ജീനോടൈപ്പിക് റേഷ്യോ? 1:2:1:2:4:2:1:1 എന്ന് പറഞ്ഞ റേഷ്യോ. എത്ര ഡിഫറന്റ് ഫിനോടൈപ്പ് ഉണ്ടായി? 4. എത്ര വ്യത്യസ്ത ജീനോടൈപ്പ് ഉണ്ടായി? 9. പാരന്റ് ടൈപ്പും നോൺ പാരന്റ് ടൈപ്പും ഡൈഹൈബ്രിഡ് എങ്ങനെയായിരുന്നു? 10:6. ഈ നോൺ പാരന്റ് ടൈപ്പ് നമ്മൾ ഉപയോഗിച്ച വാക്ക് ഏതായിരുന്നു? റീകോമ്പിനന്റ്. നോൺ പാരന്റ് ആണ് പാരന്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച റീകോമ്പിനന്റ്. ദാറ്റ്സ് ബെസ്റ്റ് വേർഡ് ടു യൂസ്. റീകോമ്പിനന്റ് ആ വാക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ പാരന്റും നോൺ പാരന്റും പാരന്റും റീകോമ്പിനന്റും നമ്മളുടെ റേഷ്യോ എന്താണ്? 10:6 എന്ന് പറയുന്ന റേഷ്യോ ആണ്. അതിനുശേഷം അതിനകത്തുനിന്ന് ഉൾത്തിരിഞ്ഞു വന്ന നിയമം പഠിച്ചു. സെക്കൻഡ് സെറ്റ് ഓഫ് ജനറലൈസേഷൻ എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആ നിയമമാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? ഡൈഹൈബ്രിഡ് ക്രോസിൽ ഗ്യാമീറ്റ് ഉണ്ടാവുന്നത്. മോണോഹൈബ്രിഡ് ക്രോസിൽ ഗ്യാമീറ്റ് ഉണ്ടാവുന്നത് ഏത് പഠിച്ചു? ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചു അല്ലെ. ഇനി ഇങ്ങോട്ടൊക്കെ എന്താ സംഭവം? ഇതിനകത്തുനിന്ന് ഗ്യാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന റൗണ്ടിനെ സൂചിപ്പിക്കുന്ന അടിയിൽ ഒന്നുകിൽ ഇവനുമായി കൂടിച്ചേർന്ന് ഇതിനകത്തോട് കയറും, അല്ലെങ്കിൽ ഇവനുമായി കൂടിച്ചേർന്ന് ഇതിനകത്തോട് കയറും, അല്ലെങ്കിൽ ഇവനുമായി കൂടിച്ചേർന്ന് ഇതിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവനുമായി കൂടിച്ചേർന്ന് ഇതിനകത്തോട് പോകും. അതാണ് സംഭവം. അത് ഒന്ന് തിയററ്റിക്കലി ഗ്രിഗർ ഗവൺമെന്റ് പറഞ്ഞ വാക്കുകൾ പറയാണ്. when two pairs of traits are combined in a hybrid. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഹൈബ്രിഡ് ക്രോസിന്റെ പ്രൊഡക്റ്റിനെ മോണോഹൈബ്രിഡ് എന്ന് പറയും, ഡൈഹൈബ്രിഡ് ക്രോസിന്റെ പ്രൊഡക്റ്റിനെ ഡൈഹൈബ്രിഡ് എന്ന് പറയും. അപ്പൊ ഒരു ഹൈബ്രിഡിനകത്ത് 2 ജോഡിയിലധികം 2 പെയറിലധികം ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ സഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ, ഒരു ജോഡി ക്യാരക്ടർ വേർപിരിയുന്നത് മറ്റേ പറഞ്ഞ ക്യാരക്ടർ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ടു ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഏതിനാണ് നോട്ട് ആപ്ലിക്കബിൾ? ലിങ്ക്ഡ് ജീൻ. എന്താണ് ലിങ്ക്ഡ് ജീൻ എന്നുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഒരു ക്രോമസോമിന് മുകളിൽ തന്നെ ജീനുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേര് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയും. ദാറ്റ് ഫിനോമിനൻ ഈസ് കാൾഡ് ലിങ്കേജ് എന്ന് പറയും. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ടിപ്സ്, ആ ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഈ റേഷ്യോസ് ഒക്കെ പഠിക്കാം. ഓക്കെ, ഇതെന്താ റേഷ്യോ ആണ് മക്കളെ? 3:1. മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ. ഈ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോയെ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോട് ഗുണിക്കുക, വെറുതെ ഗുണിക്കുക. അപ്പൊ ഒന്ന് ഗുണിച്ചു നോക്കൂ. 1 ഗുണിക്കണം 1 1, 1 ഗുണിക്കണം 3 3, 3 ഗുണിക്കണം 1 3, 3 ഗുണിക്കണം 3 9. എന്ത് കിട്ടി? 9:3:1. അതെന്താ? ഡൈഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ. വാവ്, സൂപ്പർ അല്ലേ? അതായത് മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ ഗുണിക്കുമ്പോൾ തന്നെ ഇത് കിട്ടും. ഈ നിങ്ങൾ ഈ മാത്തമാറ്റിക്സിലെ ഗുണനം ഇതിന് ശിഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ചെയ്യരുത്, ഒരിക്കലും ശിഷ്ടമൊന്നും ഉണ്ടാവില്ല. ഈ രൂപത്തിൽ ഗുണിക്കുക. ഇനി അടുത്തത് എന്താ ഇത് മക്കളെ? 1:2:1 എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ. മോണോഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ. ഈ മോണോഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോയെ ഇതുകൊണ്ട് തന്നെ ഗുണിച്ചു നോക്കൂ. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. ഞാൻ ഇത് വായിക്കുന്നുണ്ട്. ഇത് മനസ്സിലായല്ലോ? ഓക്കെ. 1 ഗുണിക്കണം 1 1, 1 ഗുണിക്കണം 2 2, 1 ഗുണിക്കണം 1 1, 2 ഗുണിക്കണം 1 2, 2 ഗുണിക്കണം 2 4, 2 ഗുണിക്കണം 1 2, 1 ഗുണിക്കണം 1 1, 1 ഗുണിക്കണം 2 2, 1 ഗുണിക്കണം 1 1. വാവ്, ഇതേതാ റേഷ്യോ? 1:2:4:2:1:1. ഏതാ റേഷ്യോ? അതന്നെ ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. അപ്പൊ ഗുണിക്ക് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? 2 കാര്യങ്ങൾ പഠിക്കുക. മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ 3:1, മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. അതാണ് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡൈഹൈബ്രിഡ് റേഷ്യോ കിട്ടും അല്ലെ? 3:1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9:3:3:1 കിട്ടും. അതേപോലെ മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ഗുണിച്ചാൽ ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കും. ഈ ടിപ്പ് മനസ്സിൽ വെക്കുക, മനസ്സിൽ മാത്രം വെക്കുക. റേഷ്യോസ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അധികമുള്ള ജനറ്റിക് ടിപ്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. കുറേ മുന്നേ അപ്ലോഡ് ചെയ്തതായി എൻ്റെ മുഖമൊന്നും കാണില്ല തോന്നുന്നു. ഒരു കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞൊരു വീഡിയോ ആണ് അത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ജനറ്റിക്സിൽ ഉപയോഗിക്കുന്ന ചില ടിപ്സ് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഓക്കെ, ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. എപ്പിസോഡ് നമ്പർ 4. ഈ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്
ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണ്, അതിന്റെ റേഷ്യോസ് എന്താണ്, അതുപോലെ ഞങ്ങൾ ഉൾത്തിരിഞ്ഞു വന്ന ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും കാര്യങ്ങളും പഠിച്ചു. നിർബന്ധമായി ഞാൻ ഈ ബോർഡ് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണല്ലോ ഇത് എങ്ങനെയാണല്ലോ എനിക്കറിയാം സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കരുത്. നിർബന്ധമായും ഒരു പേപ്പർ എടുത്ത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെന്ത് ചെയ്യും, കത്തും. പെട്ടെന്ന് കത്തിക്കഴിഞ്ഞാൽ ബ്രെയിനകത്ത് ഇൻജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് +1 +2 പഠിക്കുന്ന +1 ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. +1 സുഹൃത്തുക്കൾക്കും +2 സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയി വരും. നിങ്ങൾക്ക് അപ്പം തന്നെ കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.